ഹിൻസു അവളുടെ തമ്പിന്റെ അളവിലാണ് ജെങ്സന് വേണ്ടിയിട്ട് റിംഗ് സെലക്ട് ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയുടെ തമ്പിന്റെ അളവിലുള്ള അതേ റിംഗ് ആൺകുട്ടിയുടെ റിംഗ് ഫിംഗറിൽ ചേരുവാണെങ്കിൽ അവർ തമ്മിൽ ചേരേണ്ടവരാണെന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ജെങ്സൺ ഇട്ട് നോക്കുന്നുണ്ടേ അത് അവന്റെ റിംഗ് ഫിംഗറിൽ ചേരുന്നില്ല, പകുതി വരെ കയറുന്നുള്ളൂ. ഇപ്പൊ ഇതാണ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് അവൻ അത് അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് നടക്കും. ഹിൻസു അപ്സെറ്റ് ആകുന്നില്ല, കാരണം ഈ റിലേഷൻ അവളുടെ ചോയ്സ് ആണെന്ന് അവൾക്ക് ബോധ്യമുണ്ട്. അമ്മ ബിസിനസിനെ കുറിച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെന്ന് അമ്മ വീണ്ടും പറയും. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് വുഡ് സൂപ്പിലെ ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ കാര്യമൊക്കെ നോക്കണം. അത് നന്നായിട്ടാണ് പോകുന്നതെങ്കിൽ അമ്മയ്ക്ക് ഒരു ഫ്ലവർ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അവൻ പറയും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് പ്ലാൻ റെഡിയാക്കി കൊണ്ടുവരണമെന്ന് അമ്മയോട് ആവശ്യപ്പെടുകയും ചെയ്യും. അമ്മ യുൻസൂനെയാണ് വിളിച്ചു വരുത്തുന്നത്. എനിക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് അറിയത്തില്ല എന്ന് പറയും. അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കും. വുഡ് സൂപ്പിനടുത്ത് തന്നെ ഏകദേശം 10-15 ഫ്ലവർ ഷോപ്സ് വേറെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം, അതെല്ലാം എന്താണെന്ന് അമ്മ തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലവർ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതെല്ലാം അവൾ ലിസ്റ്റ് റെഡിയാക്കി കൊടുക്കും. എനിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഡ്രാമയുടെ ഷൂട്ടിംഗ് ഉടനെ തന്നെ തുടങ്ങും, അതുകൊണ്ട് വരാനായിട്ട് പറ്റത്തില്ല. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ പോകേണ്ടി വരും എന്ന് പറയും. ജെങ്സനെ കാണുമ്പോഴത്തേക്കിനും അമ്മയെ ഹെൽപ്പ് ചെയ്ത കാര്യം അവൾ പറയും. യുൻസൂന് സമയം കാണത്തില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് അവൻ പറയുമ്പോൾ ജെങ്സൺ വേണം അമ്മയെ ഹെൽപ്പ് ചെയ്യാനെന്ന് അവൾ ആവശ്യപ്പെടും. ഞാനും അമ്മയും കൂടി പോവുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അടിയുണ്ടാവും എന്ന് അവൻ പറയുന്നുണ്ടേ. അടിയുണ്ടാവുന്നത് പ്രശ്നമില്ല, അടിയുണ്ടായാലും നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആവാൻ പറ്റത്തില്ലല്ലോ എന്നാണ് യുൻസു കളിയായിട്ട് പറയുന്നത്. ജംഗുവിനെ അല്ല ഫുഡ് ബ്ലോഗർ അവിടെ പ്രതീക്ഷിക്കുന്നത്. ഒരു സിഇഒ നല്ല ബിസി ആയിട്ടുള്ള ആളല്ലേ, എന്തിനാണ് എന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലീഗൽ ടീമുമായിട്ട് സംസാരിച്ചു, നിങ്ങൾക്കെതിരെ ഡിഫേമേഷന് കേസ് കൊടുക്കാൻ ആലോചിക്കുകയാണ്, ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ഞാനിത് ചെയ്യുന്ന ജംഗു പറയുന്നുണ്ടേ. ഭീഷണിപ്പെടുത്തിയ ഉടനെ ഞാൻ പിന്മാറുമെന്ന് വിചാരിച്ചോ എന്ന് അവർ തിരിച്ചു ചോദിക്കും. ഇത് ഭീഷണിയായിട്ട് വിചാരിക്കണ്ട, ഇതൊരു ഡീലായിട്ട് വിചാരിച്ചാലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ടേ. അവർക്ക് ഇൻട്രസ്റ്റ് വരും. ഹോങ്ങയ്ക്ക് ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് റൈറ്റർ ഉണ്ട്. അവരുടെ ഡ്രാമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസത്തെ സീൻ അവരെഴുതിയിരിക്കുന്ന കൂട്ടല്ല, വേറെ ഏതോ ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഹോങ്ങ ഡയറക്ടർ മിന്നിനെ കാണാനായിട്ട് വിളിച്ചു വരുത്തും. അതെ, അതിൽ കുറച്ച് തിരിച്ചു വരുത്താനുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ഹോങ്ങ അയാളുമായിട്ട് അന്ന് സംസാരിച്ച ആ ഒരു റെക്കോർഡിംഗ് പ്ലേ ചെയ്യും. ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഓൾറെഡി ഞാൻ നോട്ടറൈസ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഇതിന് ലീഗൽ വാല്യൂ ഉണ്ട്. ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കും എന്നുള്ള രീതിക്ക് ഹോങ്ങ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവളുടെ സ്ക്രിപ്റ്റുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഡയറക്ടർ മിൻ സമ്മതിക്കും. ജെങ്സൺ വീട്ടിലേക്ക് ചെന്നതുകൊണ്ട് ക്യൂങ് വീണ്ടും കൺവീനിയൻസ് സ്റ്റോറിലേക്ക് വരും, ജൂഹിയെ വിളിച്ചു വരുത്തും. ഇപ്പൊ അവരെ കാണുമ്പോൾ ഡേറ്റ് ചെയ്താൽ കൊള്ളാമെന്നൊരു ആലോചന എനിക്കുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഡേറ്റ് ചെയ്യല്ലേ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. അവൻ ചെല്ലുമ്പോഴെല്ലാം ക്യൂങ് പോകുന്നതിൽ ജെങ്സനും വിഷമമുണ്ട്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ക്യൂങ് ജൂഹിയെ കാണാൻ പോവാണ്, അവർക്ക് പരസ്പരം ഇഷ്ടമാണ്, പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല എന്ന് യുൻസു അവൻ്റെ അടുത്ത് പറയും. അങ്ങനെ പറ്റുമോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവരും സ്നേഹിക്കുന്നതും വ്യത്യസ്ത രീതിയിലാണ്. എൻ്റെ അച്ഛനമ്മയായാലും ജെങ്സൺ ആയാലും ഞാനായാലും ജെങ്സന്റെ അമ്മയായാലും എന്ന് അവൾ പറയും. അമ്മയെ അംഗീകരിച്ചതിനും സ്നേഹിച്ചതിനും ജെങ്സൺ അവളോട് നന്ദി പറയും. 3 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് പിന്നീട് കാണിക്കുന്നത്. യുൻസുവിന്റെ ഡ്രാമ ഹിറ്റാവും. അവളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പലരും വരും. അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ അതിലെ മെയിൻ ക്യാരക്ടർ അവളെ ബേസ് ചെയ്ത് എഴുതിയതാണെന്ന് യുൻസു തുറന്ന് സമ്മതിക്കും. ഹോങ്ങയുടെ ഡ്രാമ പോപ്പുലർ ആയിരുന്നു, അവളും ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ട് ബിസിയാണ്. ഞാൻ ഈ സക്സസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ അതിന് മാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അവൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. ജംഗുവിന്റെ കമ്പനി നന്നായിട്ടാണ് പോകുന്നത്. ഒരു ഫോറിൻ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യും. ഡയറക്ടർ മിന്നും ഹോങ്ങയും ഇപ്പോഴും നല്ല ടേംസിൽ തന്നെയാണ്. രണ്ടുപേർക്കും പരസ്പരം റെസ്പെക്ട് ഒക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴും കാണുമ്പോൾ ബിക്കർ ചെയ്യുന്നുണ്ട്. വീണ്ടും ഭാവിയിൽ മറ്റൊരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കാം എന്നൊക്കെ അവർ സംസാരിക്കും. പൂജൂൺ റെസ്റ്റോറന്റിൽ എല്ലായിടത്തും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് ഹോങ്ങ കാണും. അവള് വിഷമത്തിൽ അവിടുന്ന് മാറിക്കളയും. അങ്ങോട്ടേക്ക് വരുന്ന യുൻസു ജൂഹയെയും ക്യുങ്ങിനെയും ഒന്നിച്ച് കാണും. അവരെ ഡേറ്റ് ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലാവും. യുൻസു റെസ്റ്റ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കരയുന്ന ഹോങ്ങയാണ് കാണുന്നത്. ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഡ്രാമ ഹിറ്റായി, പക്ഷെ എനിക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പൂജൂണിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞിട്ടാണ് ഹോങ്ങ കരയുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാം, വെറുതെ ഇവിടെ നിന്ന് കരഞ്ഞ് സമയം കളയരുതെന്ന് യുൻസു അവളുടെ അടുത്ത് പറയും. രണ്ടുപേരുടെയും ഡ്രാമാസ് ഹിറ്റായതിന്റെ സക്സസ് പാർട്ടിയാണ് വുഡ് സൂപ്പിൽ വെച്ചിട്ട് നടക്കുന്നത്. എല്ലാവരും ഉണ്ട്. അമ്മ ഇപ്പോൾ നല്ല രീതിക്ക് ഒരു ഫ്ലവർ ഷോപ്പ് നടത്തിക്കൊണ്ട് പോവുകയാണ്. അടുത്തുള്ള കടകളിലെ ആളുകളെല്ലാം അഡ്മിറേഷനോട് കൂടിയാണ് അമ്മയെ നോക്കി കാണുന്നത്. അമ്മ വരുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം
ജംഗ്ഷന്റെ അച്ഛൻ അമ്മയെ കാണാനായിട്ട് വരും. ഇതിന്റെ ഇനോഗ്രേഷന് വിളിച്ചപ്പോൾ വരാതെ ഇത്രയും താമസിച്ച് എന്തിനാണ് വന്നതെന്ന് അമ്മ അയാളോട് ചോദിക്കും. അയാള് ഗിഫ്റ്റായിട്ട് നല്ലൊരു എമൗണ്ട് ആണ് കൊടുക്കുന്നത്. അച്ഛൻ ജംഗ്ഷനെ പറ്റി അന്വേഷിക്കുമ്പോൾ അമ്മ ബ്രാഗ് ചെയ്ത് അവനെ പറ്റി സംസാരിക്കും. എന്റെ മോള് ജംഗ്ഷനെ പറ്റി എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്, അവൾക്ക് അവളുടെ ചേട്ടനെ വലിയ ഇഷ്ടമാണെന്ന് അച്ഛൻ പറയും. അമ്മ അന്നേരം അച്ഛന് കോഫിയൊക്കെ ഇട്ട് കൊടുക്കും. എന്തിനാണ് എന്നോട് നല്ല രീതിക്ക് പെരുമാറുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അച്ഛനിപ്പോൾ നല്ലതുപോലെ വയസ്സായിട്ടുണ്ട്, അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് അമ്മ അയാളോട് പറയുന്നത്. എല്ലാവരും പോയി കഴിയുമ്പോൾ വൂജൂൺ അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഹോങ് അങ്ങോട്ടേക്ക് ചെല്ലും. അവനെ തന്നെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യുകയാണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഇയാളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് അവൾ സമ്മതിക്കും. എനിക്ക് പക്ഷെ അടുത്തേക്ക് വരാൻ പേടിയാണ്, എന്നോടുള്ള ദേഷ്യം പോയി കാണത്തില്ലല്ലോ, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, പക്ഷെ ഇയാൾക്ക് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല എന്നൊക്കെ ഹോങ കരച്ചിലിന്റെ വക്കിലെത്തിയിട്ടാണ് പറയുന്നത്. അവള് സിൻസിയർ ആണെന്ന് വൂജൂണിന് മനസ്സിലാവും. വിൻസെന്റ് ഡ്രാമ നടന്നുകൊണ്ടിരുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ കാണാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉടനെ തന്നെ അടുത്ത ഡ്രാമ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ വീണ്ടും അവൾ ബിസി ആവും. കാണാനൊന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല, അതുകൊണ്ട് ഒന്നിച്ച് താമസിച്ചാലോ എന്ന് ജഗ്ഗു ചോദിക്കും. എനിക്ക് എല്ലാരെയും പോലെ വലിയ ചടങ്ങായിട്ട് കല്യാണം നടത്താനായിട്ട് താല്പര്യമില്ല, നമുക്ക് വേണ്ടപ്പെട്ട വളരെ അടുത്ത ആളുകളെ മാത്രം വിളിച്ച് ഒരു ഡിന്നർ കൊടുത്താലോ എന്ന് വിൻസു ചോദിക്കുമ്പോൾ ജെങ്സൺ സമ്മതിക്കും. കോൺട്രാക്ട് റിന്യൂ ചെയ്യാനുള്ള സമയവും വിൻസു ജഗ്ഗുവിനെ കാണാനായിട്ട് വരും. അവരിപ്പോ കംഫർട്ടബിൾ ആയിട്ട് നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് സംസാരിക്കുന്നത്. റിന്യൂ എന്ന കാര്യം എനിക്ക് ഒന്നും കൂടി ആലോചിക്കണം എന്ന് വിൻസു പറയുമ്പോൾ എന്തുകൊണ്ടാണ്, വേറെ എവിടെന്നെങ്കിലും ഒക്കെ നല്ല ഓഫേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് ജഗ്ഗു ചോദിക്കും. ഇതിനു മുമ്പും എനിക്ക് നല്ല ഓഫേഴ്സ് ഒക്കെ എല്ലായിടത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ മാത്രം ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ നേരം ആലോചിച്ചതിന് ശേഷമേ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വിൻസു അവിടുന്ന് പോകുന്നത്. അന്നേരം ഹോങ് അങ്ങോട്ടേക്ക് വരും. എന്റെ കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പോവുകയാണെന്ന് അവൾ വിൻസുവിന്റെ അടുത്ത് പറയും. അച്ഛനും അമ്മയും വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാക്കേജ് കിട്ടും. വീട് മാറിയപ്പോൾ അനിയത്തി അവിടെ ഉണ്ടായിരുന്ന കുറെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് ഇതിരുന്നത്. യുൻസുവിന്റെ പേരിലാണ് പാക്കേജ് വന്നേക്കുന്നത്. അന്നേരത്തേക്ക് യുൻസു അവിടേക്ക് വരും. അച്ഛൻ അത് അവൾക്ക് കൊടുക്കും. എന്തുകൊണ്ടാണ് അനിയത്തി ഇത് തനിക്ക് തന്നയക്കാഞ്ഞതെന്ന് അവൾ ആലോചിക്കുമ്പോഴത്തേക്കും അന്നത്തെ സമയത്ത് നിങ്ങൾ രണ്ടും കൂടി വഴക്കുണ്ടാക്കിയിട്ട് ഇരിക്കുകയായിരുന്നു, പിണങ്ങിയിരിക്കുകയായിരുന്നു എന്ന് അച്ഛൻ അവളെ ഓർമ്മിപ്പിക്കും. യുൻസു വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് ജെങ്സൺ ഫ്രാൻസിൽ നിന്ന് അയച്ചതാണ്. അവൾ റൈറ്റിംഗ് കോൺടെസ്റ്റ് വിൻ ചെയ്ത സമയത്ത് അവളെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് അയച്ച ഗിഫ്റ്റാണ്. അതിനകത്ത് ഒരു കാർഡും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഒരു പാർക്കിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു മ്യൂസിക് ബോക്സും ആണുള്ളത്. ഒരിക്കൽ പോലും യുൻസുവിനെ മറന്നില്ലെന്നും അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നും അത്രമാത്രം ജെങ്സൺ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നും യുൻസുവിന് മനസ്സിലാവും. കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് യുൻസുവിനെ നിർബന്ധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ജംഗു ജെങ്സനെ കാണാനായിട്ട് വരും. എന്റെ കാര്യമാണെങ്കിൽ എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടോളൂ, ഞാൻ ചെയ്തു തരാം, പക്ഷേ യുൻസുവിനെ നിർബന്ധിക്കാനായിട്ട് പറ്റത്തില്ലെന്ന് അവൻ പറയും. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് കളിയായിട്ട് ജംഗു ചോദിക്കുമ്പോൾ ഞാൻ അറിയാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എനിക്കറിയാം, ഏറ്റവും അവസാനമായിട്ട് ആ ഫുഡ് ബ്ലോഗറിനെ ഹാൻഡിൽ ചെയ്ത കാര്യവും എനിക്കറിയാമെന്ന് അവൻ പറയും. അന്നേരത്തേക്ക് യുൻസു അവിടേക്ക് വരും. എന്റെ കമ്പനിയായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാത്ത ആളെ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ട് ജംഗു പോകാനായിട്ട് തുടങ്ങും. സൈൻ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്, ഇനി ഇപ്പൊ സൈൻ ചെയ്യുന്നില്ല എന്ന് യുൻസുവും പറയും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരസ്പരം വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജംഗുവിനെ ടീസ് ചെയ്യാൻ നല്ല ഫണ്ണാണെന്നാണ് യുൻസു പറയുന്നത്. അവർ മൂന്നുപേരും ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള ഫ്രണ്ട്സിനെ പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. യുൻസുവിന്റെ പേരൻസ് ജെങ്സനെയും യുൻസുവിനെയും കൂടി ഒന്നിച്ച് ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യും. അവരോട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുമ്പോൾ നേരത്തെ പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടും, ഒരുപാട് പേരെ വിളിക്കണം എന്നൊക്കെ പറയും, അതുകൊണ്ട് ഇപ്പോഴേ പറയണ്ടെന്ന് അവൾ പറയും. എന്നിട്ട് ജെങ്സന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം ചോദിക്കും. അമ്മയ്ക്ക് പ്രശ്നമൊന്നും കാണത്തില്ല, അച്ഛന്റെ കാര്യം ഉറപ്പില്ല എന്ന് അവൻ പറയും. അതിനു മുമ്പ് നമുക്ക് അച്ഛനെ കണ്ടെന്ന് സംസാരിക്കണ്ടേ എന്ന് യുൻസു ചോദിക്കുമ്പോഴത്തേക്കിനും അവന് ഹെസിറ്റേഷൻ ഉണ്ട്, എന്നാലും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യാമെന്ന് സമ്മതിക്കും. ജെങ്സൺ സൂചകന്റെ അടുത്ത് വന്നിട്ട് എന്ന് വരെ റിസർവേഷൻസ് ഫുൾ ആണെന്ന് അന്വേഷിക്കും. മൺഡേ വരെ ഫുൾ ആണ്, ട്യൂസ്ഡേ ഒഴിവുണ്ടെന്ന് പറയുമ്പോൾ അന്ന് റിസർവേഷൻസ് ഒന്നും എടുക്കണ്ട, അന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് ഇട്ടേക്കണം, ഇവിടെ കുറെ പേര് വരുമെന്ന് പറയും. ഹോങ് അടുത്തൊരു ഡേറ്റിന് പോകാമെന്ന് വൂജൂൺ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ജെങ്സൺ അവനെ വിളിച്ചിട്ട് കിച്ചണിലേക്ക് വേണ്ടുന്ന കുറെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഹോങ ദേഷ്യപ്പെടും എന്നാണ് വൂജൂൺ വിചാരിക്കുന്നത്, പക്ഷെ ഒന്നിച്ച് സാധനം വാങ്ങിക്കാൻ പോകാമെന്ന് അവൾ സമ്മതിക്കും. കാറിൽ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ക്ഷീണം കാരണം അവൻ ഉറങ്ങിപ്പോവും. അവനെ ഉണർത്താൻ വേണ്ടിയിട്ട് അവൾ റേഡിയോ ഉച്ചത്തിൽ വെക്കും. 2-3 ദിവസം കൊണ്ട് ഞാൻ നല്ല ടയേർഡാണെന്ന് അവൻ പറയുമ്പോഴത്തേക്കിനും അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൾ റേഡിയോ ഒക്കെ ഓഫ് ചെയ്യും. ഹോങ്ങയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ജെങ്സണും യുൻസും കൂടി അവളുടെ അച്ഛനും അമ്മയും കാണാനായിട്ട് വരും. ഒരു ഷെഫിന് വേണ്ടിയിട്ട് ആണല്ലോ കുക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ
യുൻസുവായിട്ട് ഒന്നിച്ചൊരു ഫ്യൂച്ചർ ഞാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് ജെങ്സൺ അവരോട് പറയും. എത്രയും പെട്ടെന്ന് തന്നെ അത് നടക്കട്ടെ എന്നാണ് അച്ഛൻ തിരിച്ചു പറയുന്നത്. ഡാനിയല് ജെങ്സന്റെ അമ്മയെ കാണാനായിട്ട് വരും. ഞാൻ മിസ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാനും മിസ് ചെയ്തിരുന്നു എന്ന് അമ്മ തിരിച്ചു പറയും. എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് പറയും. അയാൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. മിസ് ചെയ്തെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇയാളെ ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു, ഇയാളുമായിട്ട് ബ്രേക്കപ്പ് ആകുന്നത് ഞാനായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഡാനിയലിനെ അമ്മ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. യുൻസുവും ജെങ്സണും അവന്റെ അച്ഛനെ മീറ്റ് ചെയ്യാനായിട്ട് പോകും. അച്ഛന് വേണ്ടിയിട്ടൊരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഗിഫ്റ്റായിട്ട് വാങ്ങിയിട്ടാണ് യുൻസു ചെല്ലുന്നത്. അച്ഛൻ ആ ഗിഫ്റ്റ് ഇഷ്ടപ്പെടും. ഫ്രീ ടൈം കിട്ടുമ്പോൾ മ്യൂസിക് കേൾക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കിത് പ്രയോജനപ്പെടുമെന്ന് അച്ഛൻ പറയും. അച്ഛൻ നന്നായിട്ടാണ് യുൻസുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഏതുതരം മ്യൂസിക്കാണ് ഇഷ്ടം എന്നൊക്കെ യുൻസു അയാളോട് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അച്ഛൻ യുൻസുവിൻ്റെ അടുത്ത് മറുപടി പറയും. അതെല്ലാം ചിരിച്ച് സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. ജെങ്സൺ അത്ഭുതത്തോടെ അച്ഛനെ നോക്കും. അയാൾക്കും അതൊരു സർപ്രൈസ് ആണ്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഇത്രയും കാര്യമായിട്ട് ഇത്രയും നേരം സംസാരിക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണെന്ന് അച്ഛൻ യുൻസുവിൻ്റെ അടുത്ത് തുറന്ന് സമ്മതിക്കും. ഇങ്ങനെയൊക്കെ അച്ഛൻ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന് ജെങ്സൺ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അവരെ കുറിച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, പക്ഷെ ആരും ചോദിക്കാൻ കാണത്തില്ല. അതുകൊണ്ടാണ് ആരും പറയാത്തതെന്ന് അവൾ മറുപടി കൊടുക്കും. ജംഗുവിനെ കൂടിയേ ഇനി കാണാനുള്ളൂ. ജെങ്സൺ ഒറ്റയ്ക്കാണ് അവനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അടുത്ത ചൊവ്വാഴ്ച അപ്പോയിന്റ്മെന്റ്സ് ഒന്നും എടുക്കരുത്, ഗുഡ് സൂപ്പിലേക്ക് വരണം, എല്ലാവരും വന്ന് അവിടേക്ക് വരുന്നുണ്ടെന്ന് അവൻ പറയും. അതെന്താ, അന്ന് നിന്റെ കല്യാണമാണോ എന്നാണ് ജംഗു തിരിച്ചു ചോദിക്കുന്നത്. ജംഗു കറക്റ്റായിട്ട് ഗസ് ചെയ്തതുകൊണ്ട് ജെങ്സൺ സമ്മതിക്കും. ജംഗു അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അങ്ങനെ ആ ദിവസമാവും. ഗസ്റ്റ് എല്ലാം വന്നു തുടങ്ങും. യുൻസുവിന്റെയും ജെങ്സന്റെ ഫാമിലിയുടെ കൂടെയാണ് ജംഗു ഇരിക്കുന്നത്. അവർക്കിപ്പോ അവൻ അവരുടെ ഫാമിലിയിലെ ഒരാളാണ്. ജെങ്സന്റെ അച്ഛൻ ഇപ്പോഴത്തെ ഫാമിലിയും കൂട്ടിയാണ് വന്നേക്കുന്നത്. അവന്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന് അവനെ പരിചയപ്പെടുത്തി കൊടുക്കും, യുൻസുവിനെയും പരിചയപ്പെടുത്തി കൊടുക്കും. എല്ലാവരും വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ടെന്ന് അവരെല്ലാം കാണുന്നുണ്ട്. എന്തോ നടക്കാൻ പോവുകയാണെന്ന് എല്ലാവർക്കും സംശയം തോന്നും. ജെങ്സനും യുൻസുവും കൂടി സ്റ്റേജിലേക്ക് വരും. ഞങ്ങൾ രണ്ടുപേരും ലൈഫ് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് അനൗൺസ് ചെയ്യും. വോയിസ് ഓവറിലെ യുൻസു പറയുന്നത്, ഞങ്ങൾ യാദൃശ്ചികമായി കണ്ടുമുട്ടി സ്നേഹിച്ചു തുടങ്ങിയവരാണ്. തെറ്റുകൾ പറ്റി അങ്ങനെ അകന്നുപോയി, വീണ്ടും അത് തിരുത്തി ഒന്നിക്കാനായിട്ട് തീരുമാനിച്ചു. എന്നെ സംബന്ധിച്ച സ്നേഹം എന്ന് പറയുന്നത് ചോയ്സും ജെങ്സന് അത് ഫെയ്റ്റും ആയിരുന്നു. ഞങ്ങളുടെ റിലേഷൻ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിരുന്നു. ഞാനിപ്പോൾ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും പറ്റിയാലും അത് ഞങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ്. ജെങ്സന്റെ അച്ഛനാണ് ആദ്യം ക്ലാപ്പ് ചെയ്യുന്നത്. യുൻസുവിന്റെ അമ്മയ്ക്കും ജെങ്സന്റെ അമ്മയ്ക്കും ചെറിയ പരിഭവമുണ്ട്. എല്ലാവരും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യും.